ഹായ് വെൽക്കം ടു മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. സിനിമ എന്ന ആധുനിക കലാരൂപത്തിന് മജ്ജയും മാംസവും നൽകി ഇതിഹാസ തുല്യരായി മാറിയ ലോകമെമ്പാടുമുള്ള സിനിമാ സംവിധായകരെ കുറിച്ചും അവരുടെ സൃഷ്ടികളെ കുറിച്ചും സർഗാത്മകതകളെ കുറിച്ചും അവലോകനം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. നമ്മൾ ഇന്ന് അവലോകനം ചെയ്യുന്നത് ദക്ഷിണ കൊറിയൻ സംവിധായകനായിരുന്ന കിം കി ഡൂക്കിനെ കുറിച്ചാണ്. 1960 ഡിസംബർ 20 ദക്ഷിണ കൊറിയയിലെ ഒരു ദരിദ്ര ഗ്രാമപ്രദേശത്താണ് കിം കി ഡൂക്ക് ജനിച്ചത്. വളരെ സാധാരണ തൊഴിലാളി കുടുംബമായിരുന്നു അദ്ദേഹം. ബാല്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം വളരെ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു. അദ്ദേഹം വളർന്ന കാലം ദക്ഷിണ കൊറിയയിൽ രാഷ്ട്രീയ അസ്ഥിരതയും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ കാണുന്ന കഠിന യാഥാർത്ഥ്യങ്ങൾക്ക് ഈ ജീവിത അനുഭവങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം വളരെ മുന്നിലെ വിദ്യാർത്ഥി ഒന്നുമല്ലായിരുന്നു. പഠനത്തെക്കാൾ ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങളാണ് ബാല്യത്തിൽ കൂടുതലായി അനുഭവിച്ചത്. കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ മോശമായതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഫാക്ടറികളിൽ ജോലി ചെയ്യേണ്ടി വന്നു. ദാരിദ്ര്യം, ഏകാന്തത, കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹിക അവഗണന എന്നിവയാൽ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം. ഈ അനുഭവങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിലെ മൗന കഥാപാത്രങ്ങളായും സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട മനുഷ്യരായും മാറി. കൗമാരപ്രായത്തിൽ അദ്ദേഹം വ്യാവസായിക തൊഴിലാളിയായി ജോലി ചെയ്തു. പിന്നീട് ദക്ഷിണ കൊറിയൻ നാവികസേനയിലും സേവനമനുഷ്ഠിച്ചു. കർശനമായ സൈനിക ജീവിതം അദ്ദേഹത്തിന്റെ മനസ്സിൽ ശക്തമായ സ്വാധീനം ചെലുത്തി. അതിനുശേഷം കുറച്ചു കാലം ക്രിസ്ത്യൻ മതചിന്തകളിലേക്കും അദ്ദേഹം ആകർഷിക്കപ്പെട്ടു. ആത്മീയതയും പാപബോധവും പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിലെ പ്രധാന വിഷയങ്ങളായി മാറി. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ചിത്രകാരനാകാൻ ആഗ്രഹിച്ചിരുന്നു. 1990കളുടെ തുടക്കത്തിൽ അദ്ദേഹം പാരീസിലേക്ക് പോയി. അവിടെ തെരുവുകളിൽ ചിത്രങ്ങൾ വരച്ച് വിറ്റാണ് അദ്ദേഹം ജീവിച്ചത്. ഒരു ഔപചാരികമായുള്ള സിനിമാ വിദ്യാഭ്യാസം ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പാരീസിൽ കഴിയുമ്പോഴാണ് അദ്ദേഹം യൂറോപ്യൻ ആർട്ട് സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് ഈ ആൻഡ്രേ ടർക്കോസ്കി, റോബർട്ട് ബ്രസ്മാൻ, ഇഗ്മാർ ബർഗ്മാൻ പോലുള്ള സംവിധായകരുടെ സിനിമകളൊക്കെ അദ്ദേഹത്തെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. ദക്ഷിണ കൊറിയയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം തിരക്കഥകൾ എഴുതാൻ തുടങ്ങി. വളരെ വൈകിയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. ഏകദേശം 30കളുടെ മധ്യത്തിൽ 1996 പുറത്തിറങ്ങിയ ക്രൊക്കോഡൈൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. നഗരത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു ക്രൂര മനുഷ്യന്റെ കഥ പറഞ്ഞ ഈ ചിത്രം അദ്ദേഹത്തിന്റെ ശൈലി ലോകത്തിന് പരിചയപ്പെടുത്തി. നഗരത്തിന് നടുവിലൂടെ ഒഴുകുന്ന നദിക്കരയിലെ പാലത്തിന് താഴെ ക്രൊക്കോഡൈൽ എന്ന് വിളിക്കപ്പെടുന്ന സിനിമയിലെ നമ്മുടെ നായകൻ ജീവിച്ചിരുന്നു. അവന് വീടില്ല, കുടുംബവുമില്ല, സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു ജീവിതം പോലുമില്ല. അവന്റെ ലോകം നദിയും പാലവും ചവറ്റുകുട്ടകളും ഒക്കെ ആയിരുന്നു. അവനോടൊപ്പം ഒരു വയോധികനും ഒരു ചെറിയ ബാലനും ജീവിക്കുന്നുണ്ട്. അവർ 3 പേരും സമൂഹം മറന്നുപോയ മനുഷ്യരുടെ പ്രതിനിധികളാണ്. ക്രൊക്കോഡൈൽ ക്രൂരനായിരുന്നു. നദിയിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ മൃതദേഹങ്ങളിൽ നിന്ന് പണം കവർന്ന് ജീവിക്കുന്നവൻ. മനുഷ്യരുടെ വേദനയോടോ അല്ലെങ്കിൽ മരണത്തോടോ ഒന്നും അവനൊരു കരുണയുമില്ലായിരുന്നു. കാരണം ജീവിതം അവനോട് ഒരിക്കലും കരുണ കാണിച്ചിരുന്നില്ല. ഒരു രാത്രി ഒരു യുവതി പാലത്തിൽ നിന്ന് നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ക്രൊക്കോഡൈൽ അവളെ രക്ഷിച്ചു. പക്ഷേ രക്ഷിച്ചതിന് ശേഷം പോലും അവൻ അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. ആ യുവതി അവിടെ തന്നെ കഴിയാനും തുടങ്ങി. ആദ്യം അവൾ അവനെ ഭയപ്പെട്ടു, വെറുത്തു, രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ പതുക്കെ അവൾക്ക് മനസ്സിലായി ഈ ക്രൂര മനുഷ്യന്റെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വലിയ മനുഷ്യത്വമുണ്ട്, ഏകാന്തതയുണ്ട്. ക്രൊക്കോഡൈലിനും ആദ്യമായി ഒരാളോട് അടുപ്പം തോന്നി. അവൻ സ്നേഹിക്കാൻ അറിയാത്ത മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അവന്റെ സ്നേഹവും ക്രൂരമായിരുന്നു. നഗരത്തിന്റെ ഇരുണ്ട ലോകം, ഗുണ്ടകൾ, ദാരിദ്ര്യം, മനുഷ്യരുടെ അവഗണന എല്ലാം അവരുടെ ജീവിതത്തെ വളഞ്ഞു നിന്നു. അവസാനം നദിക്കരയിൽ ജീവിച്ചിരുന്ന ക്രൊക്കോഡൈൽ എന്ന മനുഷ്യൻ തന്റെ ഉള്ളിലെ മൃഗത്തോടും മനുഷ്യത്വത്തോടും തമ്മിൽ പൊരുതാൻ തുടങ്ങി. ജീവിതം മുഴുവൻ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ട ഒരാൾക്ക് സ്നേഹം ലഭിച്ചപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. ചിത്രം അവസാനിക്കുമ്പോൾ പ്രേക്ഷകന്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് ഒരു ചോദ്യമാണ്: മനുഷ്യനെ ക്രൂരനാക്കുന്നത് അവന്റെ സ്വഭാവമാണോ, അതോ അവൻ ജീവിച്ച ലോകമാണോ? ക്രൂരതയുടെ പിന്നിൽ പലപ്പോഴും വലിയ മുറിവുകൾ ഉണ്ടാകാം. ഒരു മനുഷ്യനെ മനസ്സിലാക്കാതെ അവനെ വെറുക്കുന്നത് എളുപ്പമാണ്. പക്ഷെ അവൻ എങ്ങനെ ആയി എന്ന് മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. സമൂഹം മറന്നുപോയ മനുഷ്യരെയും മനുഷ്യരായി കാണണമെന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്ന ചിത്രം. ക്രൊക്കോഡൈലിന് ശേഷം ഡ്യൂക്കിന് ലോകവ്യാപകമായി ഏറ്റവും കൂടുതൽ പ്രശസ്തിയും കലാപരമായ അംഗീകാരം നേടിക്കൊടുത്ത ചിത്രം പൊതുവെ സ്പ്രിംഗ്, സമ്മർ, ഫാൾ, വിന്റർ ആൻഡ് സ്പ്രിംഗ് എന്ന സിനിമയാണ്. ഈ ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും കവിതാ സ്വഭാവമുള്ളതും ആത്മീയ നിറഞ്ഞതുമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പർവ്വതങ്ങൾക്കിടയിൽ ശാന്തമായ ഒരു തടാകം, തടാകത്തിനിടയിൽ ഒഴുകി നിൽക്കുന്ന ചെറിയ ബുദ്ധമഠം, അവിടെ ഒരു വൃദ്ധ സന്യാസിയും ഒരു ചെറിയ ബാലനും മാത്രം ജീവിച്ചു. ബാലൻ കളിയിൽ തൽപരനായിരുന്നു. ഒരു ദിവസം അവൻ ഒരു മീനിനും ഒരു തവളയ്ക്കും ഒരു പാമ്പിനും കല്ല് കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് വിടുന്നു. ജീവികൾ വേദനിക്കുന്നത് കണ്ടിട്ടും അവൻ ചിരിച്ചു. അന്ന് രാത്രി വൃദ്ധസന്യാസി ബാലന്റെ പുറത്ത് ഒരു വലിയ കല്ല് കെട്ടി പറഞ്ഞു: നീ അവർക്ക് നൽകിയ വേദനയുടെ ഭാരം നീയും അനുഭവിക്കണം. രാവിലെ ബാലൻ കരഞ്ഞുകൊണ്ട് ജീവികളെ അന്വേഷിച്ചു. മീൻ മരിച്ചു, തവള മരിച്ചുകൊണ്ടിരിക്കുന്നു, പാമ്പ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ആദ്യമായി അവൻ കുറ്റബോധം എന്താണെന്ന് മനസ്സിലാക്കി. കാലം കടന്നു, ബാലൻ യുവാവായി. ഒരു ദിവസം രോഗബാധിതനായ ഒരു യുവതി മഠത്തിലെത്തി. യുവാവിന്റെ മനസ്സിൽ ആദ്യമായി പ്രണയവും ആഗ്രഹവും ഉണർന്നു. അവൻ ആത്മീയ ജീവിതത്തിൽ നിന്ന് പതുക്കെ ലോകൈക ആഗ്രഹങ്ങളിലേക്ക് വീണു.
അവസാനം അവൻ യുവതിയോടൊപ്പം മഠം വിട്ടുപോയി. പിന്നീട് ഒരിക്കൽ അവന്റെ ഭാര്യ മറ്റൊരാളുമായി ബന്ധപ്പെടുന്നതായി അവൻ സംശയിക്കുന്നു, അല്ലെങ്കിൽ അവൾ അവനെ വിട്ടുപോകാൻ ശ്രമിക്കുന്നെന്ന് അവൻ കരുതുന്നു. ആ അസൂയയും നഷ്ടഭയവും നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു നിമിഷത്തിൽ അവൻ ഭാര്യയെ കൊലപ്പെടുത്തി. വർഷങ്ങൾക്ക് ശേഷം അവൻ തിരികെ മഠത്തിലേക്ക് വന്നു. ഇപ്പോൾ അവന്റെ മുഖത്ത് സമാധാനമല്ല, കുറ്റബോധമായിരുന്നു. പോലീസ് അവനെ തേടിയെത്തി. എന്നാൽ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ആ സന്യാസി അവനെ ഒരു ബുദ്ധ സൂത്രം കൊത്തിവെക്കാൻ നിർബന്ധിച്ചു. മഴ പെയ്യുന്ന രാത്രിയിൽ രക്തവും കണ്ണീരും ചേർന്ന് അവൻ അക്ഷരങ്ങൾ കൊത്തുന്ന ദൃശ്യം മനുഷ്യന്റെ പാപത്തിൽ നിന്ന് ആത്മശുദ്ധിയിലേക്കുള്ള യാത്ര എന്നതിന്റെ പ്രതീകമാണ്. ആ എഴുത്തിലൂടെ അവൻ തന്റെ പാപത്തിന്റെ ഭാരം അനുഭവിച്ചു. പിന്നീട് അവൻ ജയിലിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മഠത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വൃദ്ധ സന്യാസി ജീവിച്ചിരിപ്പില്ല. ഇപ്പോൾ അവൻ തന്നെയായിരുന്നു പുതിയ സന്യാസി. ഒരു ദിവസം ഒരു സ്ത്രീ ചെറിയ കുട്ടിയെ മഠത്തിൽ വിട്ടുപോയി, അപ്രത്യക്ഷയായി. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ജീവിത ചക്രം വീണ്ടും ആവർത്തിച്ചു. തടാകം അതേപോലെ തന്നെ നിലനിന്നു, പർവ്വതങ്ങൾ അതേപോലെ നിൽക്കുന്നു. മനുഷ്യൻ മാത്രം ജനിച്ചു, തെറ്റുകൾ ചെയ്തു, വേദനിച്ചു, വീണ്ടും മോചനം തേടി. അങ്ങനെ ജീവിതം വീണ്ടും സ്പ്രിംഗ് അഥവാ വസന്തത്തിലേക്ക് മടങ്ങി. കാലചക്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യ ജീവിതങ്ങളെ മനോഹരമായി വരച്ചിട്ട ഡ്യൂക്കിന്റെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രം. ക്രൂരതയും ദൈന്യതയും പശ്ചാത്താപവും സംരക്ഷണബോധവും സഹാനുഭൂതിയും എല്ലാം മാറി മറിഞ്ഞ് മനുഷ്യ ജീവിതത്തെ ശുദ്ധീകരിച്ചും നശിപ്പിച്ചും ആവർത്തന ചക്രങ്ങളിലൂടെ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഒരു ചിത്രം. 2004 പുറത്തിറങ്ങിയ ഡ്യൂക്കിന്റെ ലോക പ്രശസ്തമായ സിനിമയാണ് 3 Iron. നഗരത്തിൽ അലഞ്ഞു നടക്കുന്ന യുവാവാണ് തേസൂക്ക്. അവന് സ്വന്തം വീടില്ല, പക്ഷെ അവൻ കള്ളനുമല്ല. ശൂന്യമായ വീടുകൾ കണ്ടെത്തുക എന്നതാണ് അവന്റെ സ്ഥിരം പതിവ്. വീട്ടുടമകൾ യാത്ര പോയിരിക്കുമ്പോൾ അവൻ നിശബ്ദമായി അകത്ത് കടക്കും. പക്ഷെ അവൻ ഒന്നും മോഷ്ടിക്കില്ല. പകരം പൊട്ടിയ സാധനങ്ങൾ ശരിയാക്കും, വസ്ത്രങ്ങൾ കഴുകും, വീട് വൃത്തിയാക്കും. അങ്ങനെ മറ്റുള്ളവരുടെ വീടുകളിൽ കുറച്ചു സമയം ജീവിച്ച് പിന്നെ നിശബ്ദമായി അപ്രത്യക്ഷനാകും. ഒരു ദിവസം അവൻ ഒരു വലിയ വീട്ടിൽ കടന്നു. അവിടെ ഒരു യുവതി ഉണ്ടായിരുന്നു, സുൻഹ. അവൾ ഒരു മോഡലായിരുന്നു, പക്ഷെ അവളുടെ ജീവിതം തടവ് പോലെയായിരുന്നു. അവളുടെ ഭർത്താവ് ക്രൂരനായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ അവളുടെ മനസ്സ് മരിച്ചു പോയിരുന്നു. തേസൂക്ക് വീട്ടിൽ കയറുമ്പോൾ അവൾ നിശബ്ദമായി അവനെ നോക്കി. ആദ്യം അവൾ ഭയപ്പെട്ടു, പക്ഷെ പിന്നീട് അവൾ മനസ്സിലാക്കി ഈ മനുഷ്യൻ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വന്നതല്ല. അവർക്കിടയിൽ വാക്കുകളില്ലാത്ത ഒരു ബന്ധം വളർന്നു. ഒരു രാത്രിയിൽ ഭർത്താവ് ക്രൂരമായി പെരുമാറിയപ്പോൾ തേസൂക്ക് അവളെ രക്ഷിച്ചു. പിന്നീട് അവർ ഒരുമിച്ച് നഗരത്തിലൂടെ അലഞ്ഞു, ശൂന്യമായ വീടുകളിൽ താമസിച്ചു, മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ നിഴലുകളിൽ ജീവിച്ചു. രാത്രികളിൽ അവർ ഭക്ഷണം പാചകം ചെയ്തു, പൊട്ടിയ ഘടികാരങ്ങൾ ശരിയാക്കി, പഴയ ഫോട്ടോകൾ നോക്കിയിരുന്നു. അവർക്കിടയിൽ വലിയ പ്രണയവാക്കുകളൊന്നുമില്ലായിരുന്നു, പക്ഷെ അവരുടെ നിശബ്ദത തന്നെ ഒരു സ്നേഹമായിരുന്നു. ലോകം അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചില്ല. ഒരു ദിവസം ഒരു വീട്ടിൽ മരിച്ചു കിടന്ന ഒരു വയോധികനെ അവർ കണ്ടു. അവർ അവനെ ആദരവോടെ സംസ്കരിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തേസൂക്കിനെ കുറ്റവാളിയാക്കി അറസ്റ്റ് ചെയ്തു. ജയിലിൽ കഴിയുമ്പോൾ തേസൂക്ക് ഒരു വിചിത്ര കഴിവ് പരിശീലിക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ നിഴല് പോലെ നിൽക്കാൻ. അവൻ കാവൽക്കാരന്റെ പിന്നിൽ നിൽക്കും, ശബ്ദമില്ലാതെ നടക്കും, ആരും കാണാതെ ഒളിച്ചു നിൽക്കാൻ പഠിക്കും. ഇത് യഥാർത്ഥ മാജിക്കല്ല, സമൂഹത്തിന് അദൃശ്യനായ മനുഷ്യൻ എന്ന പ്രതീകമാണ്. ജയിൽ വിട്ട ശേഷം അവൻ വീണ്ടും സുൻഹായുടെ വീട്ടിലേക്ക് മടങ്ങുന്നു. അവളുടെ ഭർത്താവ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ തേസൂക്ക് വീട്ടിനകത്തൊരു നിഴല് പോലെ ജീവിക്കുകയാണ്. ഭർത്താവിന് അവനെ കാണാനോ മനസ്സിലാക്കാനോ കഴിയുന്നില്ല. ഒരു രംഗത്തിൽ സുൻഹ തന്റെ ഭർത്താവിനോടൊപ്പം നിൽക്കുന്നുണ്ട്, പക്ഷെ അവളുടെ പിന്നിൽ തേസൂക്ക് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഭർത്താവ് ഒന്നും കാണുന്നില്ല. അവസാന ഷോട്ടിൽ തേസൂക്കും സുൻഹയും തൂക്കക്കല്ലിൽ നിൽക്കുന്നു. അവരുടെ ഭാരം 0 കാണിക്കുന്നു. ആ 0 ഭാരം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അവർ ഇനി ലോകത്തിന്റെ ഭാരങ്ങളിൽ നിന്ന് മോചിതരായി. അവരുടെ സ്നേഹം ഭൗതിക ലോകത്തിന് അപ്പുറത്തേക്ക് മാറി. അല്ലെങ്കിൽ തേസൂക്ക് യഥാർത്ഥത്തിൽ ഇല്ല, അവൻ സുൻഹയുടെ മനസ്സിലെ ഒരു സാന്നിധ്യം മാത്രമാണ്. ചിത്രത്തിന്റെ അവസാന വാചകം വളരെ പ്രശസ്തമാണ്. It is hard to tell that the world we live in is either a reality or a dream. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. അതാണ് സിനിമയുടെ ആത്മാവ്. സംവിധായകൻ പറയുന്നത്, അല്ലെങ്കിൽ ഡ്യൂക്ക് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, ചില മനുഷ്യർ സമൂഹത്തിന് അദൃശ്യരാണ്. യഥാർത്ഥ സ്നേഹം വാക്കുകളിലും ഉടമസ്ഥതയിലുമല്ല. രണ്ട് ഏകാന്ത മനുഷ്യർ പരസ്പരം മനസ്സിലാക്കുമ്പോൾ അവർക്ക് വേറൊരു ലോകം സൃഷ്ടിക്കാം. അതുകൊണ്ടാണ് 3 Iron ഒരു പ്രണയകഥ മാത്രമല്ല, ഏകാന്തതയുടെ കവിത എന്നും പറയപ്പെടുന്നു. 2000 പുറത്തിറങ്ങിയ ഡ്യൂക്കിന്റെ മറ്റൊരു പ്രശസ്ത ചിത്രമാണ് ദി ഇസ്ലൈൻ. ഇതൊരു സാധാരണ പ്രണയകഥയല്ല. ഏകാന്തത, കുറ്റബോധം, ആഗ്രഹം, മനുഷ്യന്റെ ഉള്ളിലെ ഇരുണ്ട വശങ്ങൾ എന്നിവയെല്ലാം വളരെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു ചിത്രമാണ്. ഒരു വലിയ തടാകത്തിന്റെ നടുവിൽ ചെറിയ ഒഴുകുന്ന മരക്കുടിലുകൾ നിരന്നു കിടക്കുന്നു. ആളുകൾ അവിടെ മീൻ പിടിക്കാനും ഒറ്റപ്പെട്ട സമയം ചെലവഴിക്കാനുമാണ് എത്തുന്നത്. ആ കുടിലുകളിലേക്ക് ബോട്ടിൽ ആളുകളെ കൊണ്ടുപോവുകയും ഭക്ഷണം, മദ്യം എന്നിവ എത്തിക്കുകയും ചെയ്യുന്ന ഒരു യുവതിയാണ് ഹീജിൻ. അവൾ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. അവളുടെ മുഖത്ത് എപ്പോഴും ഒരു തണുത്ത നിശബ്ദത കാണാം. എന്നാൽ ആ നിശബ്ദതയ്ക്കുള്ളിൽ ആഴമുള്ള ഒരു ഏകാന്തത ഒളിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം ഹ്യൂൻഷിക് എന്ന മനുഷ്യൻ അവിടെ എത്തുന്നു. അയാൾ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ലോകത്തിൽ നിന്ന് അകന്നു പോകാൻ ആ തടാകത്തിൽ ഒരു കുടിലിൽ താമസിക്കാൻ അവൻ തീരുമാനിക്കുന്നു. ആദ്യം ഹീജിനും ഹ്യൂൻഷിക്കും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ ഹീജിൻ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അവൾക്ക് അവനോട് ഒരു വിചിത്ര ആകർഷണം തോന്നുന്നു.
ഹ്യൂൻഷിക് പലപ്പോഴും വിഷാദത്തിലും കുറ്റബോധത്തിലും മുങ്ങിക്കിടക്കുകയാണ്. ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവൻ മീൻപിടുത്ത കൊക്കുകൾ വിഴുങ്ങി സ്വയം കൊല്ലാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്രയും വേദനാജനകമായ അവസ്ഥയിലും ഹീജിൻ അവനെ രക്ഷിക്കുന്നു. അതിനുശേഷം അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലാകുന്നു. പക്ഷെ അത് സാധാരണ സ്നേഹമല്ല. അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ കരുണയും വേദനയും സ്വാർത്ഥതയും ശരീരാഗ്രഹവും ഒരുമിച്ച് കലരുന്നു. ഹീജിന് ഹ്യൂൻഷിക് തന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള വലിയ ഭയം വളരുന്നുണ്ട്. അവൻ അവളെ വിട്ടുപോകാൻ ശ്രമിക്കുന്ന ഓരോ സമയത്തും അവൾ അതിനെ തടയാൻ അപകടകരമായ വഴികൾ തിരഞ്ഞെടുക്കുന്നു. തടാകം മുഴുവൻ ചിത്രത്തിൽ ഒരു പ്രതീകമായി നിലകൊള്ളുകയാണ്. വെള്ളം പുറത്തു നിന്ന് ശാന്തമെന്ന് തോന്നുമെങ്കിലും അതിന്റെ അടിയിൽ ഇരുണ്ട ആഴമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരുടെ മനസ്സുകളും. അവസാന ഭാഗത്തിൽ ഹ്യൂൻഷിക് തടാകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അവൻ വീണ്ടും ഹീജിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നു. അവസാന ദൃശ്യങ്ങളിൽ ബോട്ടും തടാകവും മഞ്ഞു മൂടിയ പ്രകൃതിയും തമ്മിൽ കലർന്ന ഒരു സ്വപ്ന സദൃശ്യമായ അന്തരീക്ഷമാണ് കാണിക്കുന്നത്. തുടർന്ന് ക്യാമറ പതുക്കെ ഒരു സ്ത്രീയുടെ ശരീര സാദൃശ്യമുള്ള പ്രകൃതി ദൃശ്യത്തിലേക്ക് നീങ്ങുന്നു. തടാകം തന്നെ ഒരു സ്ത്രീ ശരീരത്തിന്റെ രൂപം സ്വീകരിക്കുന്നത് പോലെ ദൃശ്യം തോന്നിപ്പിക്കുകയാണ്. ഹ്യൂൻഷിക് ആ ശരീരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് പോലെ ചിത്രം സൂചിപ്പിക്കുന്നു. ഇത് പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഹീജിന്റെ സ്നേഹത്തിന്റെയും അധീനതയുടെയും ഉള്ളിലേക്ക് ഹ്യൂൻഷിക് പൂർണ്ണമായി വിഴുങ്ങിപ്പോയി എന്നുള്ള പ്രതീകം. സ്ത്രീയും പ്രകൃതിയും ഒരുപോലെ മനുഷ്യനെ ഉൾക്കൊള്ളുന്ന ശക്തികളാണെന്ന വേറൊരു ആശയം. യാഥാർത്ഥ്യ ലോകത്തിൽ നിന്ന് മാറി ഇരുവരും ഒരു മാനസിക സ്വപ്ന ലോകത്തിലേക്ക് കടന്നുപോയി എന്ന സൂചന. അവസാന ദൃശ്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാതെ പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു അസ്വസ്ഥതയും ചോദ്യവും എല്ലാം ബാക്കി വെച്ചിട്ടാണ് ചിത്രം അവസാനിക്കുന്നത്. 2012 ഡ്യൂക്കിന്റേതായി പുറത്തു വന്ന മറ്റൊരു വലിയ ചിത്രമാണ് പിയേറ്റ. ഡ്യൂക്കിന്റെ ഏറ്റവും ഇരുണ്ടതും വികാരപരവുമായ സിനിമകളിൽ ഒന്നാണ് പിയേറ്റ. സ്നേഹം, പ്രതികാരം, കുറ്റബോധം, മാതൃത്വം എന്നിവയെ വളരെ അസ്വസ്ഥമാക്കുന്ന രീതിയിലാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നഗരത്തിലെ ഒരു പഴയ വ്യാവസായിക പ്രദേശങ്ങളിലൂടെ കാന്തോ എന്നൊരു മനുഷ്യൻ അലഞ്ഞു നടക്കുകയാണ്. അവൻ കടകളിൽ നിന്ന് ഗുണ്ടാപ്പിരിവ് നടത്തി ജീവിക്കുന്ന ഒരാളായിരുന്നു. പണം കൊടുക്കാത്തവരെ ക്രൂരമായി മർദ്ദിക്കുക, അവരുടെ കൈകാലുകൾ തകർക്കുക, അതൊക്കെയായിരുന്നു അയാളുടെ ജോലി. അവന് കരുണയില്ല, സുഹൃത്തുക്കളില്ല, കുടുംബമില്ല. അവൻ ഒറ്റയ്ക്ക് ഒരു ചെറിയ മുറിയിലാണ് ജീവിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നത് പോലും ഒരു യന്ത്രം പോലെ. നഗരത്തിലെ ചെറുകിട തൊഴിലാളികൾ അവനെ ഭയന്നു. അവൻ വരുന്നത് പലർക്കും ദുരന്തം സമ്മാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഒരു ദിവസം വീട്ടുവാതിലിന് മുന്നിൽ ഒരു മധ്യവയസ്കയായ സ്ത്രീ നിൽക്കുന്ന അവൻ കണ്ടു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "ഞാൻ നിന്റെ അമ്മയാണ്." കാന്തോ ആദ്യം വിശ്വസിച്ചില്ല. അവളെ തള്ളി പുറത്താക്കി, അപമാനിച്ചു. പക്ഷെ ആ സ്ത്രീ പോയില്ല. അവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഭക്ഷണം ഉണ്ടാക്കി നൽകി, മുറി വൃത്തിയാക്കി. അവൻ രോഗിയായപ്പോൾ പരിചരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും സ്നേഹം ലഭിക്കാത്ത കാന്തോയുടെ ഉള്ളിൽ പതുക്കെ എന്തൊക്കെയോ ഉരുകാൻ തുടങ്ങി. ആദ്യമായി അവൻ ആരെങ്കിലും കാത്തിരിക്കാൻ തുടങ്ങി. ഒരാളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചു. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം അനുഭവിച്ചു. അവന്റെ ക്രൂരത കുറയാൻ തുടങ്ങി. ഒരു ദിവസം അവൻ തന്റെ ജോലിയെക്കുറിച്ച് കുറ്റബോധം അനുഭവിച്ചു. താൻ നശിപ്പിച്ച മനുഷ്യരെ ഓർക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോൾ ഭയാനകമായ ഒരു സത്യം പുറത്തു വന്നു. ആ സ്ത്രീ യഥാർത്ഥത്തിൽ അവന്റെ അമ്മയല്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കാന്ത ക്രൂരമായി പരിക്കേൽപ്പിച്ച ഒരു യുവാവിന്റെ അമ്മയായിരുന്നു അവൾ. അവളുടെ മകൻ ആത്മഹത്യ ചെയ്തിരുന്നു. അതിന് പ്രതികാരം ചെയ്യാനായിരുന്നു അവൾ വന്നത്. പക്ഷെ അവൾ കാന്തോയെ കൊല്ലാനൊന്നും ആഗ്രഹിച്ചില്ല. അവനെ കൊണ്ട് തന്നെ സ്നേഹിപ്പിച്ച് പിന്നെ ആ സ്നേഹം നഷ്ടപ്പെടുത്തുക, അതായിരുന്നു അവളുടെ പ്രതികാരം. സത്യം മനസ്സിലാക്കിയ കാന്തോ തകർന്നു. അവൻ ആദ്യമായി യഥാർത്ഥ വേദന അനുഭവിച്ചു. അതിനുശേഷം ആ സ്ത്രീ അപ്രത്യക്ഷയായി. കാന്തോ ഭ്രാന്തനെ പോലെ നഗരത്തിൽ ഉടനീളം അവളെ അന്വേഷിച്ചു. അവസാനം അവളെ ഒരു മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. അവന്റെ ലോകം പൂർണ്ണമായി തകർന്നു. അവസാന രംഗങ്ങളിൽ കാന്തോ തന്റെ കുറ്റബോധത്തോടും ശൂന്യതയോടും ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ ശരീരം തകർത്ത മനുഷ്യൻ അവസാനം സ്വന്തം മനസ്സ് തകർന്ന അവസ്ഥയിൽ ബാക്കിയാവുന്നു. പിയേറ്റ എന്ന പേര് പോലും വളരെ പ്രതീകാത്മകമാണ്. ക്രിസ്തീയ കലയിൽ പിയേറ്റ എന്നത് മരിച്ച മകനെ ചേർത്ത് പിടിക്കുന്ന മാതാവിന്റെ ദുഃഖരൂപമാണ്. അതിനാൽ തന്നെ ഈ സിനിമ മുഴുവൻ മാതൃത്വം, വേദന, പ്രതികാരം, മോചനം ഈ വിഷയങ്ങളുടെ എല്ലാം ഇരുണ്ട ധ്യാനമായി മാറുകയാണ്. പിയേറ്റ വളരെ ക്രൂരവും മാനസികമായി അസ്വസ്ഥമാക്കുന്നതുമായ രംഗങ്ങളുള്ള സിനിമയായി ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. ഡ്യൂക്കിന്റെ പല സിനിമകളിൽ പോലെ ഇവിടെയും ക്രൂരത ഷോക്ക് സൃഷ്ടിക്കാനായി മാത്രമല്ല, മനുഷ്യന്റെ പാപം, വേദന, കുറ്റബോധം എന്നിവയെ കാണിക്കാൻ കൂടിയാണ് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാൽ പോലും ശരീരഭാഗങ്ങൾ തല്ലിയൊടിക്കുന്ന അടക്കമുള്ള ഒരുപാട് ക്രൂര രംഗങ്ങൾ വിവാദപരമായി തന്നെ സിനിമാ ലോകം ചർച്ച ചെയ്തു. ഡ്യൂക്കിന്റെ ജീവിതത്തിൽ അവസാന വർഷങ്ങൾ വളരെ ദുഃഖകരവും വിവാദപരവുമായിരുന്നു. 2017 ചില നടിമാർ അദ്ദേഹത്തിനെതിരെ പീഡനവും മോശം പെരുമാറ്റവും ആരോപിച്ചു. പ്രത്യേകിച്ച് മോബിയസ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ ചർച്ചയായി. ആ ചിത്രത്തിൽ അഭിനയിച്ച ഒരു നടി 2017 അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരുന്നു. ഷൂട്ടിങ്ങിനിടെ തിരക്കഥയിൽ ഇല്ലാത്ത രീതിയിൽ തനിക്കെതിരെ ശാരീരികമായി ആക്രമണപരമായ പെരുമാറ്റം നടത്തിയെന്നും സമ്മതമില്ലാതെ ചില രംഗങ്ങൾ ചെയ്യാൻ നിർബന്ധപരമായി ശ്രമിച്ചെന്നും അവർ ആരോപിച്ചു. ആ നടിയുടെ പേര് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളിൽ എല്ലായിടത്തും തുറന്നു പറഞ്ഞിരുന്നില്ല. സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി പല റിപ്പോർട്ടുകളിലും അവർ ആക്ട്രസ് എ എന്ന പേരിലാണ് പരാമർശിക്കപ്പെട്ടത്. പിന്നീട് ചില കൊറിയൻ മാധ്യമങ്ങളിൽ അവരുടെ പേര് പുറത്തു വന്നെങ്കിലും അത് വിവാദമായതിനാൽ പല അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും പേര് ഒഴിവാക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ദക്ഷിണ കൊറിയയിൽ നിന്ന് ഏറെ അകന്നു. അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അവസാന കാലത്ത് അദ്ദേഹം കൂടുതലായി യൂറോപ്പിലായിരുന്നു.
പുതിയ സിനിമാ പദ്ധതികൾക്കായി യാത്ര ചെയ്തുകൊണ്ടിരിക്കെ 2020 ലാറ്റ്വിയയിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് COVID-19 ബാധിച്ചു. തുടർന്ന് 2020 ഡിസംബർ 11 അദ്ദേഹം അന്തരിച്ചു. അന്ന് അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ലോക സിനിമയിൽ വലിയ പ്രതികരണം സൃഷ്ടിച്ചു. ചിലർ അദ്ദേഹത്തെ അതുല്യ കലാകാരനായി ഓർമ്മിച്ചപ്പോൾ മറ്റു ചിലർ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെയും ഒരുപോലെ ചർച്ച ചെയ്തു. വ്യക്തിജീവിതമല്ല, സൃഷ്ടികളുടെ ഔന്നത്യമാണ് ഒരു കലാകാരനെ മഹാനാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കിംകി ഡൂക്ക് അതുല്യനായ ചലച്ചിത്ര പ്രതിഭ തന്നെയാണ്. ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ.